തോൽക്കുകയില്ല, പിന്മാറില്ല. അവകാശം നേടാതെ മടങ്ങില്ല. കണ്ണീര് കൊണ്ട് പഠിച്ചവരാണ് കരിവാരിത്തേക്കാൻ നോക്കേണ്ട. നീതി വേണം, നീതി വേണം. അധ്യാപക ലിസ്റ്റിൽ നിയമനം വേണം. പകൽ വെളിച്ചം പോലെ സത്യം ലിസ്റ്റിലുണ്ടായിട്ടും തെരുവിൽ ഞങ്ങൾ. പുതിയ സർക്കാരിനെ ഞങ്ങൾ വളരെ ആവേശത്തോടു കൂടിയും അതുപോലെ ഞങ്ങളെ പരിഗണിക്കുമെന്നുള്ള ഒരു ആവേശത്തോടു കൂടെ സമീപിച്ചതാണ്, ആശ്വസിച്ചതാണ്. പക്ഷേ നിലവിൽ വീണ്ടും ഒരു ഭരണമാറ്റം ഉണ്ടായിട്ടും ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു വിഷയമാണ്. CM ആയിട്ടുള്ള സതീശൻ സാറ് അന്ന് എനിക്ക് അദ്ദേഹവുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം കിട്ടി. അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകിയിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഒരു ഒഴിവ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുകയും നിയമനം നടത്താനായിട്ടുള്ള ഒരു നിയമ സാധ്യത തേടുമെന്നുള്ളൊരു മറുപടി തന്നിരുന്നു. പക്ഷേ നാളെ ഇതുവരെ അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതും ഞങ്ങളെ വിഷമത്തിലാക്കുന്ന ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് പോലെ 24 മണിക്കൂറിനുള്ളിൽ ഈ വേക്കൻസി ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു വേക്കൻസി പോലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. മാക്സിമം ആൾക്കാരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രത്തോളം ഞങ്ങൾ പഠിച്ച് ഈ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെട്ടതാണ്. ഒരിക്കലും ഞങ്ങളെ ഈ ഒരു തെരുവിൽ ഇട്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തരുത് എന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളിന്ന് സമരത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പം സമരത്തിലേക്ക് എത്തിപ്പെട്ടത്. 1 വർഷം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു. 2ാമത്തെ മാസം എന്ന് പറയുന്ന ഈ ജൂലൈയിൽ ഞങ്ങളെ 2ാമത്തെ വർഷം ശരിക്കും കഴിയാണ് എന്ന് പറയാം. കാരണം ഞങ്ങളുടെ അധ്യാപക തസ്തികകൾ എപ്പോഴും ഫില്ല് ചെയ്യപ്പെടുക മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ റിട്ടയർമെൻറ്റ് വേക്കൻസികളാണ് അപ്പോയിൻമെൻറ്റ് നടക്കാറുള്ളത്. അത് നാളെ ഇതുവരെ 5 ജില്ലകളിലും അപ്പോയിൻമെൻറ്റ് 0 ആണ്. പിന്നെ കഴിഞ്ഞ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് കൊടുത്തിരുന്നു. ഒഴിവുകളില്ലാത്ത ഒഴിവുകളിലേക്കാണ് അഡ്വൈസ് പോയത്. ആ അഡ്വൈസ് കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ അവരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതും ഞങ്ങൾക്ക് കിട്ടേണ്ട ഞങ്ങളുടെ അധിക തസ്തിക ഒഴിവുകളിലേക്കാണ്. അങ്ങനെയും ഞങ്ങളുടെ ഒഴിവുകൾ നഷ്ടപ്പെട്ടു. പിന്നെ നിലവിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡിവിഷൻ ഫോളാണ്. റിട്ടയർമെൻറ്റ് വേക്കൻസികളെക്കാളും 3-4 ഇരട്ടി ഡിവിഷൻ ഫോളുകൾ വരുന്നുണ്ട്. ആ ഡിവിഷൻ ഫോള് വരുന്ന സമയത്ത് പുറത്തു പോകുന്ന അധ്യാപകരെ പുനർവിന്യസിക്കുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ റിട്ടയർമെൻറ്റ് വേക്കൻസികളിലും അതുപോലെയുള്ള മറ്റ് വേക്കൻസികളിലും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. നമുക്ക് LP തലത്തിൽ അധ്യാപക വിദ്യാർത്ഥി റേഷ്യോ എന്ന് പറയുന്നത് 1:30 ആണ്. അത് 1:25 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് ചുരുക്കുകയാണെങ്കിൽ, കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധ്യാപകർ പുറത്ത് പോകുന്നത് തടയാനായിട്ട് കഴിയും. അങ്ങനെ ഒരു റേഷ്യോ കുറയ്ക്കൽ, ഈ പുറത്ത് പോകുന്ന അധ്യാപകരെ പുനർവിന്യസിക്കാതെ അവരെ അവിടെ തന്നെ നിലനിർത്താനായിട്ട് ഒന്ന് ശ്രമിക്കണം എന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു ആവശ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഞങ്ങൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങളും അതിനുള്ള കുറേ മാർഗ്ഗങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ സർക്കാരിന് മുന്നിൽ പുതിയ സർക്കാർ വന്നത് മുതൽ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ വിഷയങ്ങളെല്ലാം കൃത്യമായി അവർ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വളരെ ഖേദകരമായിട്ടുള്ള ഒരു വിഷയം. പുതിയ സർക്കാരിനെ ഞങ്ങൾ വളരെ ആവേശത്തോടു കൂടിയും അതുപോലെ ഞങ്ങളെ പരിഗണിക്കുമെന്നുള്ള ഒരു ആവേശത്തോടു കൂടെ സമീപിച്ചതാണ്, ആശ്വസിച്ചതാണ്. പക്ഷേ നിലവിൽ വീണ്ടും ഒരു ഭരണമാറ്റം ഉണ്ടായിട്ടും ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു വിഷയമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങളിവിടെ സമരം ചെയ്യുന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷവും ഇന്നത്തെ ഭരണപക്ഷവുമായിട്ടുള്ള ഈ പക്ഷത്തുള്ള കുറേ നേതാക്കൾ നമ്മളെ സമീപിച്ചിരുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വരുന്ന സർക്കാർ UDF സർക്കാരാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യമായി ഇടപെടും എന്നുള്ളൊരു വാഗ്ദാനം ഞങ്ങൾക്ക് നൽകിയിരുന്നു. അന്ന് KC വേണുഗോപാൽ എന്നോട് സംസാരിച്ചിരുന്നു. അതേപോലെ അധ്യാപക സംഘടന KPSTയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സാർ അരവിന്ദ മാഷ് ഈ വാഗ്ദാനങ്ങളൊക്കെ നമ്മുടെ സമരവേദിയിൽ വെച്ച് നൽകുകയുണ്ടായി. അതുപോലെ അനൂപ് ജേക്കബ് സാറ്, ഒരുപാട് UDFൻ്റെ നേതാക്കൾ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയും അതിൽ പരിഹാരം ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ CM ആയിട്ടുള്ള സതീശൻ സാറ് അന്ന് എനിക്ക് അദ്ദേഹവുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം കിട്ടി.
അന്നേരം അദ്ദേഹത്തിൻ്റെ പുതിയ യാത്രയിൽ എനിക്ക് ഒരു കാര്യം PSCയെ അഡ്രസ്സ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. PSC ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയും ലിസ്റ്റ് വരികയൊക്കെ ചെയ്യുമ്പോഴും ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുക അല്ലെങ്കിൽ അവരെ ജോലി കിട്ടിപ്പോവുക, അപ്പോയിൻമെൻറ്റ് നടക്കുക എന്നുള്ളതൊന്നും നിലവിൽ സാധ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതിന് എന്ത് ആക്ഷനാണ് സാർ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു എൻ്റെ ഒരു ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകിയിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഒരു ഒഴിവ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുകയും നിയമനം നടത്താനായിട്ടുള്ള ഒരു നിയമ സാധ്യത തേടുമെന്നുള്ളൊരു മറുപടി തന്നിരുന്നു. പക്ഷേ നാളെ ഇതുവരെ അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതും ഞങ്ങളെ വിഷമത്തിലാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ കഴിഞ്ഞ സമരത്തിലുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ ഓടൽ തുടങ്ങിയതാണ്. ഓടി ശരിക്കും പറഞ്ഞാൽ വയ്യാണ്ടായി. ഇപ്പോൾ DG ആദ്യം ഞങ്ങൾ പോണത് DD ഓഫീസിലേക്കാണ്. അപ്പോൾ അവിടുന്ന് പറയുന്നത് DGയിൽ നിന്ന് ഓർഡർ എന്തെങ്കിലും വരണം, DGയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ വരണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വയ്യാണ്ടായി പറയാം. ഇതിലെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓരോ വഴിക്ക് എല്ലാവരും ഇതിൽ ഓടിയ ആൾക്കാരാണ്. പിന്നെ ഇപ്പോൾ പുതിയ ഞങ്ങളുടെ ലിസ്റ്റ് തീരെ മൂവ് ആവാണ്ടിരിക്കാൻ വേറൊരു കാര്യം വന്നിട്ടുണ്ട്. എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെ പ്രൊട്ടക്ഷൻ്റെ പേരിൽ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റുക. ആ ഒരു രീതിക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കാരണവശാലും കയറാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഈ ജൂലൈ 15-ാം തീയതി അതിന് ശേഷം HM പ്രൊമോഷനെ കുറിച്ചിട്ട് എന്തെങ്കിലും HM പ്രൊമോഷൻ അതിന് ശേഷം നടത്തി കഴിഞ്ഞാൽ ആ ഒരു വേക്കൻസി ഞങ്ങൾക്ക് കിട്ടില്ല. അത് ഉടനെ പെട്ടെന്ന് തന്നെ HM പ്രൊമോഷൻ നടത്തിയിട്ട് ഞങ്ങളെ അതിലേക്ക് PSCക്ക് അഡ്വൈസ് അയക്കണം എന്നാണ് പറയുന്നത്. 1:25 പിന്നെ HM ക്ലാസ് ചാർജിൽ നിന്ന് മാറ്റി കൊടുക്കുക, HMൻ്റെ ക്ലാസ് എടുക്കാൻ ചാർജ് മാറ്റി കൊടുക്കുക. പിന്നെ HTV പോസ്റ്റ് അത് PSCക്ക് വിട്ടുകൊടുക്കുക. പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ടും വെക്കണത് ഇപ്പോൾ എയ്ഡഡ് സ്കൂളിലേക്ക് അത് PSCക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എയ്ഡഡ് സ്കൂളിലെ ടീച്ചർമാർക്ക് ഗവൺമെൻറ് സ്കൂളിലേക്ക് വരാമെങ്കിൽ ഇവിടെ ഡിവിഷൻ പോകുന്ന ടീച്ചർമാർക്ക് അങ്ങോട്ടും മാറാൻ പറ്റുന്നതാണ്. അങ്ങനെ ചിന്തിക്കാം. ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആലോചിക്കാവുന്നതാണ്. ഒഴിവുകളുണ്ട്, പക്ഷെ തരുന്നില്ല. നിങ്ങൾക്കിപ്പം ആ ഒഴിവ് ആകെ ഇപ്പോൾ ലിസ്റ്റ് വന്ന് 1 വർഷമായിട്ടും നേരെ നിയമനമൊന്നും നടക്കുന്നില്ല. 5 ജില്ലയിൽ ഫസ്റ്റ് റാങ്ക് പോലും ഇതുവരെ കയറിയിട്ടില്ല. അതിപ്പം നമുക്ക് പ്രധാന HMനെ ക്ലാസ്, അപ്പോൾ HM പല സ്കൂളിലും അവർ ബുദ്ധിമുട്ടിയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരെ ക്ലാസ് ചാർജിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് അതിൽ വേക്കൻസി ഉണ്ട്. പിന്നെ നമുക്കിപ്പം 30 ആണ്, 1:30 ആണ്. അപ്പോൾ 1:25 വെക്കാതെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:25 ആക്കുക. ഞാൻ കാസർഗോഡ് ജില്ലയിൽ 75-ാം റാങ്ക് ഉള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2025 മെയ് 31-ന് കുറച്ച് റിട്ടയർമെൻ്റ് ഒക്കെ ഉണ്ടായിന്. പക്ഷേ ജൂലൈ 15-ന് വന്ന ഡിവിഷൻ ഫോണിലുള്ള 67ഓളം അധ്യാപകരെ അവർ സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ മെയ് 31 മുതലുള്ള ഒഴിവുകളൊന്നും ഇന്നേ വരെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഈ വർഷവും ഒരുപാട് വേക്കൻസി അവിടെ നിലവിലുണ്ട്, പക്ഷേ ഒന്നും തന്നെ റിപ്പോർട്ടാക്കുന്നില്ല. ഇപ്പോൾ ഒരു ജൂലൈ 15 ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനിയും 41ഓളം ഡിവിഷൻ ഫോൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് HM പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു 31ഓളം വേക്കൻസി അവിടെ വരുന്നുണ്ട്. ഈ 41ഓളം ഡിവിഷൻ ഫോളിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് പോലെ 24 മണിക്കൂറിനുള്ളിൽ ഈ വേക്കൻസി ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു വേക്കൻസി പോലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. DA-കാർക്കും NCA-കാർക്കും എല്ലാം കൊടുത്ത് ഞങ്ങൾ 1-ാം റാങ്ക്കാരന് പോലും ലിസ്റ്റിൽ എത്തപ്പെട്ടിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ 9 മാർക്കുള്ള സപ്ലിയിൽ 9 മാർക്കുള്ള വ്യക്തി വരെ ജോലിയിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ 1-ാം റാങ്കുള്ള 97 മാർക്ക് വന്ന ആ സജിൻ പോലും ഇപ്പോൾ 1 വർഷമായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും പുറത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ സജിനെ പോലെ തന്നെ 1ഉം 2ഉം മാർക്ക് വ്യത്യാസത്തിനാണ് ഞങ്ങൾ ഈ 100ഓളം ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിൽ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും ഈ ഒരു വർഷം പോലും അവസരം തന്നിട്ടില്ലെങ്കിൽ അടുത്ത വർഷമാകുമ്പോൾ ഞങ്ങൾ ലിസ്റ്റിൻ്റെ കാലാവധി തീരും. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ജോലിയിൽ കയറും? ഇതിന് ഞങ്ങൾക്കൊരു ഉത്തരം തന്നേ പറ്റൂ. ഡിവിഷൻ ഫോളിന് എന്തായാലും ഞങ്ങൾക്ക് കിട്ടേണ്ട ഒഴിവിൽ നിന്ന് ഒരിക്കലും അവർക്ക് കൊടുക്കരുത്. ഈ അധ്യാപകരെ സംരക്ഷിക്കണം. പക്ഷേ അതൊരിക്കലും ഞങ്ങളെ അരിയിൽ മണ്ണിട്ട്
വരി കൊണ്ടായിരിക്കും. അത്രയും ഞങ്ങൾ ഈ ഒരുപാട് പ്രാവശ്യം DDO ഓഫീസിലും PSC ഓഫീസിലും കയറി ഇറങ്ങി. അപ്പോൾ അവർ പറഞ്ഞത് നിലവിലുള്ള അധ്യാപകരെ മാത്രമേ ഞങ്ങൾക്ക് അവരെ സംരക്ഷിച്ചിട്ടേ നിങ്ങളെ പരിഗണിക്കൂ. പിന്നെ എന്തിനാണ് എല്ലാ വർഷവും ഇപ്പോൾ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ നിൽക്കുക? എന്തിനാണ് ഇവർ എക്സാം നടത്തുന്നത്? ഞങ്ങൾക്കേ ജോലിയില്ല. അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങി അത്രയും ടഫുള്ളൊരു എക്സാം ആയിരുന്നു കഴിഞ്ഞ LPSC എക്സാം. എന്നിട്ട് പോലും ഞങ്ങളെല്ലാവരും പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള മാക്സിമം ആൾക്കാരെയും, അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, മാക്സിമം ആൾക്കാരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രത്തോളം ഞങ്ങൾ പഠിച്ച് ഈ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെട്ടതാണ്. ഒരിക്കലും ഞങ്ങളെ ഈ ഒരു തെരുവിൽ ഇട്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തരുത് എന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്.